ഒരു പക്ക മാസ് പടമാണ്. സൈനികത്തിൻ്റെ ഫാദർ അബിക്ക് പറ്റാത്ത സൈനികം നേടുകയാണ്. സൈനികത്തെ ഒരുപാട് ഒതുക്കാൻ നോക്കുന്നുണ്ട്. ഒരു റൊമാൻസ്, സെൻറ്റിമെൻറ്റ്സ്, ആക്ഷൻ എല്ലാ ജോണ്ടറും ഉണ്ട്. എല്ലാം കൊണ്ട് പക്ക എൻ്റർടൈൻമെൻറ്റ്. ഇതൊരു RDX പോലെ തോന്നുന്ന ഇത് സൂപ്പർ സ്റ്റാർ പദ്ധതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ലാലേട്ടനെ പോലെ, രാജാവിൻ്റെ മോൻ ലാലേട്ടൻ വന്ന പോലെ നല്ലൊരു അടുത്തൊരു RDX എഫക്റ്റാണ് എനിക്ക് വന്നത്. എല്ലാം നല്ല റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാ ജോണ്ടറും ഉണ്ട്. ഈ കാലത്ത് മൂവി പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, 1 മിനിറ്റ് കൊണ്ട് ലാഗ് വരാൻ പാടില്ല. ലാഗില്ല. സന്തോഷ് കുരുവിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും വലിയൊരു എൻ്റർടൈനർ, വലിയൊരു ഹിറ്റായി മാറും. മ്യൂസിക് നല്ലതാണ്, BGM നല്ലതാണ്. ഇത് ഒരു കുറ്റം കാണിക്കാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ രജനീകാന്ത് ഫിലിമാണ് പോലെ ഒരു പക്കാ മാസ്. ക്ലാസ് ഒന്നല്ല, ഓഫീറ്റൊന്നല്ല, പക്ഷെ നല്ലൊരു മാസ് എൻ്റർടൈനറാണ്. ആദ്യമായിട്ടാണ് സൈനിക ഇങ്ങനെ ഇത് നല്ലൊരു എന്തായാലും സൈനിക ആറാടിയാണ് പറയും. മറ്റേ ഭാഗ്യരാജ് മകൻ, പിന്നെ പൂർണ്ണിമ ചെത്ത എല്ലാവരും തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ലാഗ് ഒട്ടും ഇല്ല. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. ഉണ്ടാവുകയായിരിക്കും. ബൾട്ടി മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആക്ഷൻ സിനിമയാണ്. എന്തായാലും തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് RDX വഴി ആക്ഷൻ നമുക്കറിയാം. ഈ പറയുന്ന സൈനികത്തിൻ്റെ ഇതിൽ നല്ല ഗംഭീര ആക്ഷനായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു അഭിനയവും ഓൾറെഡി ഷൈനിക കാഴ്ചയുണ്ട്. കൂടാതെ മറ്റേ ശാന്തനു ഭാഗ്യരാജ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സെൽവരാഘവൻ, അൽഫോൻസ് പുത്രൻ, ഇവരെല്ലാവരും അടിപൊളി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. കിടിലം സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. നല്ല ആക്ഷൻ പടമാണ്. എന്തായാലും നല്ലൊരു ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ്. മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറയില്ല. സൂപ്പർ സിനിമയാണ്. താങ്ക് യു. സംഭവം അടിപൊളി പടമായിരുന്നു. അത് ഷൈനികത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവൊന്നുമല്ല, അടിപൊളി പടം. അതായത് ഫൈറ്റ് സീക്വൻസ് ആയാലും ഉള്ള അഭിനയം ആയാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലൈമാക്സിലുള്ള ഒരു അഭിനയമൊക്കെ ഇല്ലേ, അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇമോഷണൽ സീൻസൊക്കെ ഷൈനികം അടിപൊളിയായിട്ട് ചെയ്യും. ഇതിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക. നമ്മുടെ ശാന്തനു ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ബാക്കി 2 പേരോടെ ഉണ്ട്. അത് 4 പേരുടെ കഥയാണ്. അപ്പോൾ 4 പേരിൽ ബാക്കിയുള്ള 2 പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരെനിക്കറിയില്ല. എന്നാലും രമേശും പിന്നെ മറ്റേ രണ്ടാമത്തെ ഒരാൾ മണി, അവർ 2 പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണിമ ഫസ്റ്റ് ഹാഫ് അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ പൂർണ്ണിമയ്ക്കും നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. ഫൈറ്റ് അതായത് പക്ക വയലൻസ് ആണ് പടം. അപ്പോൾ നല്ല രീതിയിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മലയാളി മങ്കീസിൻ്റെ ഒരു സാധനമൊക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മ്യൂസിക് ഒന്നും പറയാനില്ല. ഫൈറ്റിനനുസരിച്ചുള്ള മ്യൂസിക് ഇട്ടുണ്ട്. പിന്നെ വയലൻസ് ആണ്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം കാണാൻ നോക്കുക. കാരണം പക്ക വയലൻസ് പടമാണ്. എന്തായാലും നല്ലൊരു സൈനികം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പടം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ഫൈറ്റും ഒരു പക്ക റിയലിസ്റ്റിക് സ്റ്റോറി അങ്ങനെ കാണുന്നത് ആ ലെവലിലാണ് പടം. ഒട്ടും ഒരു ലാഗില്ല. നമ്മൾ എൻഗേജഡായിട്ട് നമ്മൾ തൃപ്തിയോടെ ഇറങ്ങി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ നമ്മളൊരു ലാസ്റ്റ് ഒരു 20 മിനിറ്റാണ് സിനിമയിൽ ഇരുന്നത്. ബാക്കിയെല്ലാം പക്ക റിയലിസ്റ്റിക് ആണത്. ഒരു ബോർഡറിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കറക്റ്റ്. പിന്നെ ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ എടുത്ത് പറയണം. കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. അടിപൊളി കാസ്റ്റിംഗ്. പിന്നെ മ്യൂസിക് ആണെങ്കിലും എല്ലാം ഡയറക്ഷൻ പക്ക അടിപൊളി. സൈനികം വേറെ ലെവൽ. ആ പഞ്ചിങ് ഒരു എനിക്ക് തോന്നുന്ന മറ്റേ RDXൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെക്കാം. ആ ലെവലിലാണ് സൈനികൻ്റെ ഫൈറ്റ്. ബാക്കി എല്ലാം കൊണ്ടും സൂപ്പർ മൂവി. അടിപൊളി. സൂപ്പർ അടിപൊളി. അടിപൊളി പടം. നല്ല അഭിനയം, നല്ല കണ്ടിരിക്കാൻ പറ്റിയ പടം, നല്ല പടം. എല്ലാം കൊണ്ട് ഒരു ഫുൾ പാക്കേജാണ്. ഇതൊരു ഫുൾ ആക്ഷൻ പാക്ക് ഫിലിമാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അതിനുള്ളൊരു ഫുൾ ചാൻസ് ഉണ്ട്. ശാന്തനൊക്കെ എങ്ങനെയുണ്ടായി അഭിനയൊക്കെ? ശാന്തനു ഒരു നെക്സ്റ്റ് ലെവൽ.